പോയ വർഷം കണ്ട തമിഴ് ത്രില്ലർ സിനിമകളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത 10 മികച്ച തമിഴ് ത്രില്ലർ ചിത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സ്പെഷ്യൽ മെൻഷൻ ആയിട്ട് 2 പടങ്ങൾ പറയാനുണ്ട്. അയോധി ആർ മന്ദിരമൂർത്തി സംവിധാനം ചെയ്ത് ശശികുമാർ, യശ്പാൽ ശർമ്മ, പ്രീതി എസ്രാണി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം. ഒരു തമിഴ് സിനിമയിലെ മെയിൻ ക്യാരക്ടറുകൾ നോർത്ത് ഇന്ത്യൻസ് ആയതും ഒറ്റ തമിഴ് ഡയലോഗ് പോലും പറയാതെ ഹിന്ദി മാത്രം പറയുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്ക് ഒരു കൗതുകമായിട്ട് വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഭാഷാ വികാര പ്രകടനങ്ങൾക്ക് തടസ്സമല്ല എന്ന് ഈ സിനിമ തെളിയിക്കുന്നുണ്ട്. ഒരു ത്രില്ലർ എന്നതിനേക്കാൾ ഇത് കൂടുതലായിട്ട് ഒരു ഇമോഷണൽ ഡ്രാമ ആയതുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിൽ ഈ സിനിമ ഉൾപ്പെടുത്താത്തത്. IMDb റേറ്റിംഗ് 8.3, പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം. റൺ ബേബി റൺ കുറേയധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു തമിഴ് ത്രില്ലർ ആണ് റൺ ബേബി റൺ. ഒരു മെഡിക്കൽ സ്റ്റുഡന്റിനെ ഒരാൾ സഹായിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് പടം പറയുന്നത്. IMDb റേറ്റിംഗ് 6.3 ഔട്ട് ഓഫ് 10, പ്ലാറ്റ്ഫോം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ഇനി പോയ വർഷത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 10 മികച്ച തമിഴ് ത്രില്ലർ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ IMDbയുടെ റേറ്റിംഗിന്റെ ഓർഡറിലാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ ഓർഡറും IMDbയുടെ ഓർഡറും ഏകദേശം സിമിലർ ആണ് എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. IMDb റേറ്റിംഗ് ഏറ്റവും കൂടുതലുള്ള പടമായിരിക്കും നമ്പർ 1 ആകുന്നത്. നമ്പർ 10 തമിഴ് പടം ഫ്രാഞ്ചൈസിലെ സ്പൂഫ് സിനിമകൾ സംവിധാനം ചെയ്ത CS അമുതന്റെ ആദ്യത്തെ സ്പൂഫ് അല്ലാത്ത സിനിമ. ഒരു ഗംഭീര സിനിമയെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് കുഴപ്പങ്ങളൊക്കെയുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഈ ലിസ്റ്റിൽ വരാനുള്ള ഒരേ ഒരു കാരണം മഹിമ നമ്പ്യാർ എന്ന നടിയുടെ ഗംഭീര പ്രകടനവും പുള്ളിക്കാരിയുടെ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള കഥാപാത്രവുമാണ്. ആ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ കണ്ടു നോക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. സോ 10ാം സ്ഥാനത്ത് രക്തം. പടം പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 6.4 ഔട്ട് ഓഫ് 10. നമ്പർ 9 കഴിഞ്ഞ വർഷം ഇറങ്ങിയ സമയത്ത് വലിയ ചർച്ചയായിട്ടുള്ള ഒരു സിനിമ. മാരി ശെൽവരാജ് സംവിധാനം ചെയ്ത സിനിമയിൽ ഫഹദ് ഫാസിലിന്റെയും വടിവേലുവിന്റെയും മത്സരിച്ചിട്ടുള്ള പ്രകടനങ്ങൾ. AR റഹ്മാൻ ഒരുക്കിയ ഗാനങ്ങളും മനോഹരം. ജാതി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖം പറഞ്ഞു തന്ന പൊളിറ്റിക്കൽ ത്രില്ലർ മാമന്നൻ 9ാം സ്ഥാനത്ത്. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10. നമ്പർ 8 രസകരമായിട്ടുള്ള ഒരു ഫൺ റൈഡ്. ഈ സിനിമ ഇഷ്ടപ്പെടാനായിട്ട് കുറച്ച് പാടാണ് സാധാരണ പ്രേക്ഷകർക്ക്. കാരണം വളരെ ലൗഡ് ആയിട്ടുള്ള, എല്ലാം ഓവർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഓവർ ആക്ടിങ്, ഓവർ കളറിംഗ്, അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സംഗീതവും. പക്ഷേ ഇത് ആ ഒരു രീതിയിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മികച്ച അനുഭവമായിരിക്കും. തിയേറ്ററിൽ ഭയങ്കര രസമായിരുന്നു എനിക്ക് ഈ സിനിമ കാണാനായിട്ട്. ടൈം ട്രാവലും മിസ്റ്ററിയും ഒക്കെ രസകരമായിട്ട് ബ്ലെൻഡ് ചെയ്ത അതിക് രവിചന്ദ്രന്റെ വിശാൽ SJ സൂര്യ പടം മാർക്ക് ആന്റണി 8ാം സ്ഥാനത്ത്. പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം. IMDb റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10. നമ്പർ 7 അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്ലോട്ട് ട്വിസ്റ്റ് കൊണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട പോയ വർഷത്തെ മികച്ചൊരു തമിഴ് ത്രില്ലർ. അമിതാഷ് പ്രധാൻ, ശരത് കുമാർ എന്നിവരുടെ മികച്ച പ്രകടനം. കുറച്ച് പാട്ടുകൾ ഒഴിവാക്കാമായിരുന്നു എന്നതാണ് എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. പടം വേണ്ടത്ര ശ്രദ്ധ നേടിയില്ലെന്നാണ് എന്റെ സംശയം. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നവാഗതനായ SC അരവിന്ദ് രാജ് സംവിധാനം ചെയ്ത പരമ്പൊരുൾ 7ാം സ്ഥാനത്ത്. ആമസോൺ പ്രൈമിൽ ഈ പടം നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7.3 ഔട്ട് ഓഫ് 10. നമ്പർ 6 പ്രതീക്ഷകളുടെ അമിത ഭാരം കൊണ്ട് പലർക്കും ഇഷ്ടമാകാതെ പോയ, അല്ലെങ്കിൽ പലരെയും തൃപ്തിപ്പെടുത്താതെ പോയ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയിരുന്ന തമിഴ് ചിത്രം. സെക്കൻഡ് ഹാഫിലെ ബാക്കപ്പ് സ്റ്റോറിയൊക്കെ എനിക്കും അത്രയ്ക്ക് ദഹിച്ചില്ല. എങ്കിലും എനിക്ക് തിയേറ്ററിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു സിനിമ തന്നെയാണ് ലോകേഷ് കനകരാജ് വിജയ് കൂട്ടുകെട്ടിൽ വന്ന ലിയോ 6ാം സ്ഥാനത്ത്. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 7.3 ഔട്ട് ഓഫ് 10. നമ്പർ 5 കേൾക്ക വേണ്ടിയ സത്വം. അനീതിക്കെതിരെ ഇങ്ങനെയുള്ള കേൾക്കാത്ത ശബ്ദങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കാതിലുണ്ടാവും. അത് കേൾക്കാനുള്ള, അതിനെതിരെ പൊരുതാനുള്ള മനസ്സും കൂടി വേണമെന്ന് മാത്രം. ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഉള്ള സിനിമ വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അതൊരു മാസ് സിനിമയാക്കി മനോഹരമായി അവതരിപ്പിച്ച ചിത്രം. വളരെ നന്നായിട്ട് ടൈം എടുത്തിട്ട് ക്യാരക്ടറിന് ആ ചേഞ്ച് വരുന്നതൊക്കെ ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. മഡോൺ അശ്വിൻ സംവിധാനം ചെയ്ത മാവീരൻ 5ാം സ്ഥാനത്ത്. പടം കാണാത്തവർക്ക് ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. IMDb റേറ്റിംഗ് 7.4 ഔട്ട് ഓഫ് 10. നമ്പർ 4 കാലങ്ങൾക്ക് ശേഷം തമിഴിൽ നിന്നും നല്ലൊരു ക്രൈം ത്രില്ലർ കണ്ട ഒരു സംതൃപ്തി നൽകിയ കഴിഞ്ഞ വർഷത്തെ ഒരു സിനിമയാണ്. ശരത് കുമാർ, അശോക് ശെൽവൻ, നിഖില വിമൽ എന്നിവർ പൊളിച്ചെങ്കിലും മലയാളത്തിൽ നിന്നുള്ള സുനിൽ സുഗത ഞെട്ടിച്ച പടം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന പോയ വർഷത്തെ തമിഴിൽ നിന്നുള്ള മികച്ച സീരിയൽ കില്ലർ ത്രില്ലർ പോർതൊഴിൽ 4ാം സ്ഥാനത്ത്. സോണി ലിവിലാണ് ഈ പടം സ്ട്രീം ചെയ്യുന്നത്. IMDb റേറ്റിംഗ് 8 ഔട്ട് ഓഫ് 10. നമ്പർ 3 ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി ഒരു ഭ്രാന്തമായ സിറ്റുവേഷനിലേക്ക് മനുഷ്യർ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ ഒരു സിനിമ. ഒരു സൈക്കോ ത്രില്ലറിന്റെ ലെവലിൽ ഇതിന് പശ്ചാത്തല സംഗീതവും മേക്കിങ്ങും ഒക്കെ ഒരുക്കി പടം വേറെ ലെവലാക്കിയിട്ടുണ്ട് സംവിധായകൻ രാം കുമാർ ബാലകൃഷ്ണനും സംഗീതം ഒരുക്കിയ സാം CS-ഉം. ഒപ്പം ഹരീഷ് കല്യാണിന്റെയും MS ഭാസ്കറിന്റെയും ഗംഭീര പ്രകടനവും. തമിഴിൽ നിന്ന് വന്ന ഒരു അയ്യപ്പൻ കോശി ടൈപ്പ് ഈഗോ ത്രില്ലർ പാർക്കിംഗ് 3ാം സ്ഥാനത്ത്. പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 8.1 ഔട്ട് ഓഫ് 10. നമ്പർ 2 കാടിനുള്ളിൽ സർവീസിനെത്തുന്ന ഒരു സാധാരണ പോലീസുകാരന്റെ കാഴ്ചയിലൂടെ ഭീകരമായിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിച്ച സിനിമ. സൂര്യയുടെ കിടിലൻ പെർഫോമൻസ്, ഇളയരാജയുടെ മ്യൂസിക്, പടം തുടങ്ങുമ്പോഴുള്ള സിംഗിൾ ഷോട്ട് ട്രെയിൻ അപകട സീൻ, വിജയ് സേതുപതിയുടെ മികച്ച വേഷം. അങ്ങനെ ഒരു ക്ലാസിക് പടം എന്ന് തന്നെ പറയാം. മറ്റൊരു വെട്രിമാരൻ വിസ്മയമായ വിടുതലൈ പാർട്ട് 1
രണ്ടാം സ്ഥാനത്ത്. സിനിമ C5 നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 8.3 ഔട്ട് ഓഫ് 10. ഇനി കഴിഞ്ഞ വർഷത്തെ നമ്പർ 1 തമിഴ് ത്രില്ലർ ചിത്രം. ഒരൽപ്പം മാനസികമായി തയ്യാറെടുത്ത് കാണേണ്ട ഒരു സിനിമയാണിത്. സിദ്ധാർത്ഥ എന്ന നടൻ എന്തൊരു റേഞ്ചുള്ള ആക്ടർ ആണെന്ന് തെളിയിച്ച ചിത്രം. പുള്ളിയുടെ കിടിലൻ പെർഫോമൻസ്, നിമിഷ സജയനും ആ മെയിൻ റോളിൽ വന്ന കുട്ടിയും എല്ലാവരും പൊളി. പാട്ടുകളും മനോഹരം. തമിഴിൽ നിന്നും ഈ വർഷം വന്ന ഒരു മാസ്റ്റർ പീസ്. 2003 ഏറ്റവും ഡിസ്റ്റർബ് ചെയ്യിച്ച കിടിലൻ തമിഴ് ചിത്രം ചിത്ത ഒന്നാം സ്ഥാനത്ത്. സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 8.3 ഔട്ട് ഓഫ് 10. അപ്പോൾ ഇത്രയുമാണ് പോയ വർഷം ഞാൻ കണ്ട തമിഴ് ത്രില്ലർ സിനിമകളിൽ മികച്ചതെന്ന് തോന്നിയ 10 തമിഴ് ത്രില്ലർ സിനിമകൾ. നിങ്ങളുടെ ലിസ്റ്റ് ചിലപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അവ ഏതാണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ.